ഹലോ, നമുക്കിന്നിരി ഈ ഒരു റെഡ് സെൻറ്റാങ്കിൾ ആർട്ട് ചെയ്യാം. റെഡ് പെന്നുകൊണ്ട് കുറേ നാളായി ഞാനൊരു ഡിസൈൻ വരച്ചിട്ട്. അപ്പോൾ റെഡ് പെന്നൊക്കെ വാങ്ങിച്ച് അതുപോലെ തന്നെ ഇരിക്കണതാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ഡിസൈൻ കണ്ടപ്പോഴത്തേക്കും ഇന്ന് റെഡ് കളറിലെ പെന്നുകൊണ്ട് അങ്ങോട്ട് ചെയ്ത് കളയാമെന്ന്. പക്ഷേ എനിക്ക് ബ്ലാക്ക് കൊണ്ട് ചെയ്യുന്നതിൻ്റെ അത്രയും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, റെഡ് കൊണ്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇല്ലേന്ന് കമൻറ്റിൽ പറയണം. നമ്മൾ നേരത്തെ വരച്ച ഡിസൈൻ ഇച്ചിരി കൂടി ഡാർക്കൻ ചെയ്തെടുക്കണേന് ഈ പരിപാടി. അങ്ങനെ ഡാർക്കൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡാർക്കൻ ചെയ്തത്. നമുക്ക് സ്കെച്ച് പെന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ പെന്നുകൊണ്ടായതുകൊണ്ട് ഞാൻ കുത്തിയിരുന്ന് ഡാർക്കൻ ആക്കേണ്ടി വന്ന്. ഇങ്ങനെ കുറേ ടൈം പോയി. ഈ ഡിസൈൻ ആണെങ്കിൽ എനിക്ക് അങ്ങോട്ട് ശരിയാണില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കുറേ നേരം എടുത്താൽ ചെയ്തത്. വീഡിയോയിൽ ഞാൻ സ്പീഡാക്കി കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഓർത്ത് ഇത് വരച്ചപ്പോഴത്തേക്ക് ഈ ഡിസൈനൊന്നും എനിക്ക് അങ്ങനെ അത്രയ്ക്ക് ശരിയാകുന്നില്ലായിരുന്നു. വേണ്ടായിരുന്നു എന്ന് തോന്നിയായിരുന്നു ഈ ഡിസൈൻ. പിന്നെ വരച്ചതല്ലേ, ഒരു പേപ്പർ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഫുള്ളാക്കാമെന്ന് വെച്ചാൽ അങ്ങനെ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് ഫുള്ളാക്കിയതാണ്. പക്ഷേ കുറേ മിസ്റ്റേക്ക് എനിക്ക് പറ്റി. കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഈ ഡിസൈനൊക്കെ വരക്കുമ്പോഴത്തേക്കും ഈ ലൈൻ തന്നെ നേരെ അല്ലല്ലോ, ഒരു വളവും തിരിവും ഒക്കെ ഉണ്ട്. ഈ ലൈൻ ഒരു തുറന്ന എസ് ടൈപ്പാണ് ഈ ലൈൻ വരക്കണത്. അതൊക്കെ എനിക്ക് കുറേ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. നിങ്ങളുടെ അഭിപ്രായം പറയണം. നമുക്ക് ഇനിയും റെഡ് പെന്നുകൊണ്ട് ചെയ്യണോ വേണ്ടയോ അതോ ബ്ലാക്ക് തന്നെ മതിയോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയണം. അപ്പോൾ ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.